നമസ്കാരം. ഓച്ചിറ പ്രയാർ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകട പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന വളരെ ചെറിയൊരു തട്ടുകടയാണ്. ദോശയും ചമ്മന്തിയും സാമ്പാറും ഓംലറ്റും ബുൾസയും വട കട്ടൻ കാപ്പി അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് ഇവിടെ നിന്ന് കഴിച്ചാൽ കിട്ടും. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റായി, 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. നല്ല മഴയുള്ള സമയമായിരുന്നു, അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ഞങ്ങൾ ദോശയും ഓംലറ്റുമാണ് പറഞ്ഞത്. അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വളരെ വൃത്തിയുള്ള ഒരു ചെറിയ തട്ടുകടയാണ്. അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് തോന്നിയേ. ഇന്നലെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത് പൊള്ളാച്ചി മെയിൻ റോഡിനടുത്ത് വെച്ച് അവിടുത്തെ സിഗ്നലിൽ കിടക്കുന്ന സമയത്ത് ഒരു നാടോടി പെൺകുട്ടി വന്ന് ഡോറിൽ തട്ടി എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ 10 വയസ്സ് വല്ല പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. സാധാരണ ചെയ്യാറുള്ള പോലെ പറഞ്ഞ് തട്ടിവിട്ട് പൈസയൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ ഗ്ലാസ് പോലും തുറക്കാതെ ആ കൊച്ചിനെ ഞാൻ തട്ടിവിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ്സിനകത്തിട്ട് തട്ടി പോകാൻ പറഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്നു. എന്നാലും കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് ബാക്ക് ഡോറിലിട്ട് തട്ടുന്നു. ബാക്ക് ഡോറിലെ ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയില്ലേ അതൊന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ ബാക്ക് സെറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ 1-2 കിലോ ഏത്തക്കാൻ പിടിച്ചിട്ടാണ് വരുന്നത്. അത് കണ്ടുകൊണ്ടാണ് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് തട്ടുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ, പെൺകുട്ടി വിശന്ന് വലഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടി തന്നു. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് 2 ഏത്തക്ക ഞാൻ എടുത്ത് കൊടുത്തു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ആ ഭക്ഷണം പാഴാക്കരുത്. എന്തിനേന്ന് ഏത്തക്ക മേടിച്ചിട്ട് ആ പെണ്ണ് നല്ലപോലെ വിശന്ന് അവിടെ വെച്ച് തന്നെ അത് കഴിക്കുന്നുണ്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. എന്നാലും അത് കൊടുക്കാൻ പറ്റാതിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ കൊടുത്തത് എന്തോ വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. നമ്മളൊരിക്കലും ഭക്ഷണം പാഴാക്കരുത്. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടപ്പുണ്ട്. അതെനിക്ക് ഇന്നലെ ഒരു സംഭവത്തോടെ മനസ്സിലായി.